ഈ വർഷത്തെ അതായത് 2025 ഫിസിക്സിനുള്ള നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത് 3 ശാസ്ത്രജ്ഞന്മാർക്കാണ്. മാക്രോസ്കോപ്പിക് ലെവലിലുള്ള ഇലക്ട്രിക് കണ്ടക്ടറിനകത്ത് ക്വാണ്ടം മെക്കാനിക്സ് കൊണ്ടുവരികയും അത് ചെയ്തതിനാണ് നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്. ഹായ്, ബൈജുരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമുക്ക് ചുറ്റും കാണുന്ന വസ്തുക്കൾ എങ്ങനെയാണ് ചലിക്കുന്നത്, എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നെല്ലാം നമുക്കറിയാം. ന്യൂട്ടന്റെ പല ചലന നിയമങ്ങളും അതല്ലാതെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതുമായിട്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഊഹിക്കാം. എന്നാൽ ഒരു ആറ്റത്തിനേക്കാളും ചെറിയ വസ്തുക്കൾ, അതായത് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ ഇങ്ങനെയുള്ള വസ്തുക്കളുടെ തലത്തിലേക്ക് പോവുകയാണെങ്കിൽ, അതായത് മൈക്രോസ്കോപ്പിക് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ ആ വസ്തുക്കളെല്ലാം പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള രീതിയിലേ അല്ല. അത് വിശദീകരിക്കുന്ന ശാഖയാണ് ക്വാണ്ടം മെക്കാനിക്സ്. ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടെങ്കിലും അതിൽ ഒരു കാര്യം മാത്രം നമുക്ക് ഇപ്പോൾ നോക്കാം: ക്വാണ്ടം ടണലിംഗ്. നമ്മൾ ഒരു പന്ത് എടുത്തിട്ട് ഒരു മതിലിലേക്ക് എറിയുകയാണെന്നുണ്ടെങ്കിൽ അത് ബൗൺസ് ചെയ്ത് തിരിച്ചു വരും. ഒരിക്കലും ആ മതിൽ തരണം ചെയ്ത് അപ്പുറത്തേക്ക് പോവുകയില്ല. എന്നാൽ ക്വാണ്ടം ലെവലിലുള്ള വസ്തുക്കൾ, ഒരു ഇലക്ട്രോണോ മറ്റോ ഇതുപോലൊരു ബാരിയറിൽ പോയി ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ അത് ബൗൺസ് ചെയ്ത് തിരിച്ചു വരും. എന്നാൽ ചില ഇലക്ട്രോണുകൾ ഈ ബാരിയറിൽ വന്ന് ഇടിക്കുകയും ഇവിടെ ഇല്ലാതാവുകയും ഇപ്പുറത്തുനിന്ന് പുറത്തേക്ക് വരികയും ചെയ്യും. ഈ ക്വാണ്ടം ടണലിംഗുമായി ബന്ധപ്പെട്ടാണ് ഇപ്രാവശ്യത്തെ നോബൽ സമ്മാനം കൊടുത്തിരിക്കുന്നത്. ഈ ക്വാണ്ടം ടണലിംഗ് എല്ലാം സംഭവിക്കുന്നത് മൈക്രോസ്കോപ്പിക് ലെവലിലാണ്, അതായത് ക്വാണ്ടം ലെവലിൽ മാത്രം. എന്നാൽ മൈക്രോസ്കോപ്പിക് ലെവലിനേക്കാളും വലിയ ലെവലിൽ, അതായത് മാക്രോസ്കോപ്പിക് ലെവലിൽ ഈ ക്വാണ്ടം ടണലിംഗ് കൊണ്ടുവന്നിരിക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്തതിനാണ് ഇപ്രാവശ്യത്തെ നോബൽ സമ്മാനം. ജോസഫ്സൺ ജംഗ്ഷനും സൂപ്പർ കണ്ടക്ടർ ഉപയോഗിച്ചിട്ടാണ് ഇത് സാധ്യമാക്കിയിരിക്കുന്നത്. സൂപ്പർ കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ചില വസ്തുക്കൾ വളരെയധികം തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, 0 ഡിഗ്രി കെൽവിനിലേക്ക് തണുപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലൂടെ ഒരു തടസ്സവുമില്ലാതെ, അതായത് ഒരു റെസിസ്റ്റൻസും ഇല്ലാതെ ഇലക്ട്രോൺസ് കടന്നു പോകും. ഇങ്ങനെ 2 സൂപ്പർ കണ്ടക്ടറുകൾ ഒരു തിന്നായിട്ടുള്ള ഒരു ഫിലിമിന്റെ അപ്പുറം ഇപ്പുറം വെക്കുകയാണെന്നുണ്ടെങ്കിൽ വോൾട്ടേജ് ഡിഫറൻസ് ഒന്നുമില്ലാതെ ഒന്നിൽ നിന്ന് മറ്റേതിലേക്ക് ഇലക്ട്രോൺ പാസ് ചെയ്ത് പോകും. ഇതൊരു ഒറ്റ ഇലക്ട്രോൺ ആയിട്ടല്ല, ഒരു ക്യൂ ഓഫ് ഇലക്ട്രോൺസ്, അതായത് കൂപ്പർ പെയർ ആയിട്ട് കടന്നു പോകും. അപ്പോൾ ഇവിടെ ഒരു പറ്റം പാർട്ടിക്കിളുകളാണ് ഈ ക്വാണ്ടം ടണലിംഗ് വഴി അപ്പുറത്തേക്ക് പോകുന്നത്. ഈ ടെക്നോളജി ഉണ്ടാക്കുകയും അത് വിശദീകരിക്കുകയും ചെയ്തതിനാണ് ഇപ്രാവശ്യത്തെ നോബൽ സമ്മാനം കിട്ടിയിരിക്കുന്നത്. എന്നാൽ ഇത് ഈ വർഷമോ കഴിഞ്ഞ വർഷങ്ങളോ ഉള്ള കണ്ടുപിടുത്തമല്ല. ഇത് 1984-85 കാലഘട്ടത്തിലുള്ളതാണ്. ഇപ്പോഴുള്ള ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ക്വാണ്ടം സെൻസിംഗ്, ക്വാണ്ടം ക്രിപ്റ്റോഗ്രാഫി എല്ലാം ഈ കണ്ടുപിടുത്തത്തെ തുടർന്നുണ്ടായ കാര്യങ്ങളാണ്. 1925 ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ശാഖ തുടങ്ങിയത്. അങ്ങനെ ക്വാണ്ടം മെക്കാനിക്സിന്റെ 100ാമത്തെ വർഷത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ അവാർഡ് കൊടുത്തിരിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്.